പ്രിയദർശിനി പദ്ധതിക്ക് ആദ്യ വലിയ തിരിച്ചടി. നഷ്ടപരിഹാര ഉറപ്പിൽ ബസ് ഉടമകൾ, അതായത് സ്വകാര്യ ബസ് ഉടമകൾ അവരുടെ സമരം താൽക്കാലികമായി നിർത്തി. പ്രിയദർശിനി പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രഖ്യാപിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും താൽക്കാലികമായി മാറ്റിവെച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ജൂലൈ 20 മുതൽ 25 വരെ നടത്താനിരുന്ന സമര പരിപാടികളാണ് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചിരിക്കുന്നത്. ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധി പഠിച്ചുകൊണ്ട് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാൻ 5 അംഗ സമിതിയെ നിയോഗിച്ചതായും 6 ആഴ്ചയ്ക്കകം തന്നെ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ആ ഒരു ഉറപ്പിനെ തുടർന്നുകൊണ്ടാണ് സമരം മാറ്റിവെച്ചതായി തന്നെ ഫെഡറേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ സ്വകാര്യ ബസ്സുകളെ സമാധാനിപ്പിച്ചെന്ന ആശ്വാസത്തിലാണ് സർക്കാർ. എന്നാൽ ബസ് ഉടമകൾ നേരിടുന്ന സംഘർഷം ചെറുതല്ല. ബസ്സിലെ ജീവനക്കാർക്കും മറ്റും ശമ്പളം കൊടുക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നതിനായി തന്നെ അവർ നെട്ടോട്ടമോടുകയാണ്. ആയതിനാൽ തന്നെ എത്രയൊക്കെ സർക്കാർ പദ്ധതികൾ പഠിച്ചു പരിഹാരം കണ്ടാൽ അതിലുണ്ടായ നഷ്ടം അവർക്ക് നികത്താൻ, അതായത് സർക്കാരിന് നികത്താനാകില്ല എന്നതാണ് ഇവിടെ ഇവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അധികം വൈകാതെ തന്നെ പ്രിയദർശിനി പദ്ധതിയുടെ ഭവിഷ്യത്ത് സർക്കാർ അനുഭവിക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കുകയാണ്. അതേസമയം നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ സർക്കാർ വാഗ്ദാനം പാലിക്കാത്ത പക്ഷം സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് കടക്കുമെന്നും ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് വരുമാന പരിധി നിശ്ചയിക്കണമെന്നും ഒരു ദിവസം 2 യാത്രക്കാർക്ക് മാത്രം ബാധകമായ പ്രത്യേക കാർഡ് സംവിധാനത്തിലൂടെയാകണം ആനുകൂല്യം ലഭ്യമാക്കേണ്ടത് അല്ലെങ്കിൽ നൽകേണ്ടത് എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൂടാതെ തന്നെ KSRTC ബസ്സുകൾക്കും സ്വകാര്യ ബസ്സിനും സമാനമായി തന്നെ സമയം ലഭ്യത അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉറപ്പ് നൽകണമെന്നും ഫെഡറേഷൻ ഇവിടെ അഭിപ്രായപ്പെട്ടു. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സമരം മാറ്റിവെക്കാനുള്ള തീരുമാനം ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി ഹംസ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ തുടർ നടപടികളാണ് ഇനി സ്വകാര്യ ബസ് മേഖലയുടെയും പ്രിയദർശിനി പദ്ധതിയുടെയും ഭാവി നിർണായകമാക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ. മാത്രമല്ല, പ്രിയദർശിനി പദ്ധതി മൂലം സാമ്പത്തിക പ്രയാസം നേരിടുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജൂലൈ 20 മുതൽ 25 വരെയാണ്, അതായത് ഒരാഴ്ചക്കാലമാണ് ഈ ഒരു സമരം നടത്താൻ ധാരണയായത്. എന്നാൽ ഇത് പിന്നീട് ഇപ്പോൾ മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 20-ന് കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ് എന്നീ 4 ജില്ലാ അസോസിയേഷനുകളും തുടർന്നുള്ള 5 ദിവസങ്ങളിൽ 2 വീതം ജില്ലാ അസോസിയേഷനുകളും വീതം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ജൂലൈ 13-ന് ഗതാഗത മന്ത്രിയുമായി തന്നെ ഔദ്യോഗികമായി നടത്തിയ ചർച്ചയിൽ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ പഠിച്ചുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതിന് 5 അംഗ സമിതിയെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട് എന്നതും 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സമിതി ഈ റിപ്പോർട്ട് ഇവിടെ ലഭ്യമാക്കുന്നത് മുറയ്ക്ക് തന്നെ പ്രിയദർശിനി കാരണം ദുരിതം അനുഭവിക്കുന്ന ബസ് ഉടമകളെ സഹായിക്കുന്ന തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഉറപ്പിന്മേലാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളാകട്ടെ അവരുടെ ഇത്തരത്തിൽ സമരത്തിലേക്ക് പോകാതെ തന്നെ മറ്റ് രീതിയിലേക്ക് അവർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. അതുമാത്രമല്ല, ഗതാഗത മന്ത്രി നൽകിയ ഉറപ്പ് നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ നടപ്പിലാക്കിയില്ല എങ്കിൽ സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല സമരം വീണ്ടും ഉണ്ടാകുമെന്നും ഇവിടെ അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.